നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയനായവനിൽ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് ലോകമുണ്ടാകും മുമ്പേ നമ്മുടെ രക്ഷകനായി നിയമിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്, നിത്യാത്മാവായ പരിശുദ്ധാത്മാവിന്, അതെ ത്രിയേക ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും ജ്ഞാനവും മാനവും ധനവും ഞാൻ അർപ്പിക്കുന്നു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ ക്രിസ്തുയേശു എന്ന നാമത്തിലുള്ള സ്നേഹാഭിവാദനങ്ങൾ എല്ലാവർക്കും അറിയിക്കട്ടെ. ഒരു നാളിന്റെ ഇടവേളയ്ക്ക് ശേഷം 2024 രണ്ടാം പകുതിയുടെ ആദ്യ ദിവസം സന്ധ്യാവേള സന്തോഷമുള്ള അധരങ്ങളോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കഴിയുന്നതിൽ ദൈവത്തെ വാഴ്ത്തുന്നു. ശത്രുവിന്റെ അഗ്നിശരങ്ങളൊന്നും നമ്മുടെ മേലേശാതെ നമ്മെ കൺമണി പോലെ കാക്കുന്ന, കരതലത്തിൽ വഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. മരണം വരെ, അതാണ് ജീവപര്യന്തം നമ്മെ വഴി നടത്തുവാൻ അവൻ മതിയായവൻ. നമുക്ക് തിരുവെഴുത്തുകളിലൂടെ പിന്നെയും യാത്ര ചെയ്യാം. ശനിയാഴ്ച നാം പറഞ്ഞു നിർത്തിയ സ്ഥലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പുതിയ നിയമത്തിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നാം ഒന്ന് നോക്കുകയായിരുന്നു. നമ്മൾ ഒത്തിരി വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം എതിർ ക്രിസ്തു നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രമല്ല. എന്നാൽ തിരുവെഴുത്തുകളിലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടാകുന്നത് ഏറെ ഉത്തമം എന്നതുകൊണ്ട് നമ്മൾ അതേക്കുറിച്ചും ഒന്ന് നോക്കിവിടുന്നു എന്ന് മാത്രം. പഴയ നിയമത്തിൽ യെശയ്യാവും ദാനിയേലുമാണ് കള്ളക്രിസ്തുവിനെ പറ്റി കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. യെഹെസ്കേലിലും സെഖരിയാവിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്കിലും കൂടുതലായിട്ടും യെശയ്യാവും ദാനിയേലുമാണ് പറയുന്നത്. പുതിയ നിയമത്തിലും നമ്മുടെ കർത്താവ് ഉൾപ്പെടെ പലരും പരാമർശിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലായും വ്യക്തതയോടെയും പറഞ്ഞിട്ടുള്ളത് അപ്പോസ്തലന്മാരായ പൗലോസും യോഹന്നാനുമാണ്. നമ്മൾ ആ ഭാഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പൗലോസ് ലീഹ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തെസലോനിക്കർക്കുള്ള 2-ാം ലേഖനം 2-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയായിരുന്നു. 10-ലധികം പരാമർശങ്ങൾ എതിർ ക്രിസ്തുവിനെ പറ്റി നാം അവിടെ കണ്ടു. ഒടുവിൽ ദൈർഘ്യഭാരത്താൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി പറഞ്ഞ ഭാഗം വിടുകയായിരുന്നു. അവിടെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് എതിർ ക്രിസ്തു എന്ന പേര് കാണുന്നില്ല, പക്ഷെ ആളിനെ കാണാം. അവനെ പൗലോസ് വിളിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഓർമ്മ കാണുമല്ലോ. പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ അവിടെ. സൺ ഓഫ് പെർഡീഷൻ, നാശയോഗ്യൻ, നാശയോഗ്യൻ, അധർമ്മമൂർത്തി. അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ സൺ ഓഫ് സിൻ ഓർ സൺ ഓഫ് ഇനിക്വിറ്റി. അധർമ്മ മൂർത്തി. പിന്നെ നമ്മൾ കണ്ടു അധർമ്മത്തിന്റെ മർമ്മം. ഇങ്ങനെ 10-ലധികം പേരുകളും
നിർവചനങ്ങളും അവനെ പറ്റിയുള്ള വിവരണങ്ങളും നമുക്ക് പൗലോസ് ലീഹ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ തരുന്നുണ്ട്. ഭാവിയിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഓർക്കുക, എതിർക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരിക്കും, ഒരു മനുഷ്യനായിരിക്കും. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനായിരിക്കും. ദൈവമോ പിശാചോ ഒന്നുമല്ല, മനുഷ്യനായിരിക്കും. പക്ഷേ പിശാച് കയറിക്കൂടുന്ന ഒരു വ്യക്തി. പിശാച് ശരീരമില്ലാത്തവനാണ്, അശരീരിയാണ്, ആത്മരൂപിയാണ്, സൂക്ഷ്മരൂപിയാണ്. എന്നാൽ ഈ എതിർക്രിസ്തു അവൻ സ്ഥൂല ശരീരിയാണ്, ഭൗതിക ശരീരമുള്ളയാളാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. അതിനെപ്പറ്റിയുള്ള വിവിധ പരാമർശങ്ങൾ നാം കാണുകയുണ്ടായി. അത്രയും നമ്മൾ പറഞ്ഞു നിർത്തിയതിൽ ശനിയാഴ്ച ചോദിച്ചപ്പോൾ സംശയങ്ങളൊന്നും ഉള്ളതായിട്ട് പറഞ്ഞില്ല മറ്റാരും. വേറെ എന്തെങ്കിലും അത്രയും ഭാഗങ്ങളിൽ നിന്ന് വിശദീകരിക്കുവാനായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ യോഹന്നാന്റെ ദർശനത്തിൽ എതിർ ക്രിസ്തു, ഇന്ന് നാം അതാണ് നോക്കാൻ പോകുന്നത്. യോഹന്നാൻ ഈ ആളിനെ കുറിച്ച്, ഈ വ്യക്തിയെ കുറിച്ച് എന്താണ് പറയുന്നത്? യോഹന്നാന്റെ ലേഖനത്തിലുമുണ്ട്, യോഹന്നാൻ നമുക്ക് എഴുതി തന്ന വെളിപ്പാട് പുസ്തകത്തിലും ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലുമുണ്ട്. അത് യേശുക്രിസ്തു പറഞ്ഞതായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായമാണെന്നാണ് എൻ്റെ ഓർമ്മ. നാൽപ്പത്തിയഞ്ചാണോ? 43 5:43. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. നമ്മള് ഇന്നത്തെ പഠനത്തിന് ശേഷം ക്രൈസ്റ്റ് ആൻഡ് ആന്റി ക്രൈസ്റ്റ് എ കമ്പാരിസൺ, ഒരു താരതമ്യ പഠനം നടത്തുന്നുണ്ട്. അന്ന് ഈ കാര്യം വീണ്ടും നമ്മൾ എടുക്കും. ഇവിടെ കർത്താവ് യഹൂദന്മാരോട് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവിന്റെ നാമത്തിലാണ്, പക്ഷേ നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. യോഹന്നാൻ 1:11 വാക്യത്തിലും നാം അതാണ് കാണുന്നത്. യേശു സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പക്ഷേ കർത്താവ് യോഹന്നാൻ 5:43 പറയുന്നു, വേറെ ഒരുത്തം വരും. ആരുടെ നാമത്തിൽ? സ്വന്തം നാമത്തിൽ. യേശുക്രിസ്തു പിതാവിന്റെ നാമത്തിൽ വന്നു, പക്ഷെ യഹൂദന്മാർ യേശുവിനെ കൈക്കൊണ്ടില്ല. എന്നാൽ യേശു പറയുന്നു, വേറൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. അത് എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള സൂചനയാണ്. യോഹന്നാൻ ഇവിടെ നമുക്ക് എതിർക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ആദ്യ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 5:43 5:43 വാക്യത്തിൽ
സ്വന്ത നാമത്തിൽ വരുന്നവൻ. സ്വന്ത നാമത്തിൽ വരുന്നവൻ. യോഹന്നാൻ വീണ്ടും നമുക്ക് എതിർ ക്രിസ്തുവിനെ കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നാം യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴാണ്. യോഹന്നാന്റെ ലേഖനത്തിലാണ് നമുക്ക് എതിർ ക്രിസ്തുവിന്റെ പേര് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് ചിലർ പറയുന്നു ആ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് യോഹന്നാൻ പറയുന്നയാളാണ്, നിങ്ങൾ പറയുന്നയാൾ അല്ല എന്ന്. പക്ഷേ ടോട്ടാ സ്ക്രിപ്റ്റൂര, തിരുവഴുത്തിന്റെ മൊത്തമായ പഠനത്തിൽ നമുക്ക് ഇവരെല്ലാം ഒറ്റ ഒരാൾ തന്നെയാണ്. ദാനിയേലും യശയാവും പൗലോസും യോഹന്നാനും ഒക്കെ പറയുന്നത് ഒരേ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നാം യോഹന്നാന്റെ ലേഖനത്തിലേക്ക്, ടു ദ എപ്പിസിൽ ഓഫ് ജോൺ, നാം അവിടേക്ക് പോവുകയാണ്. 1 John chapter 2 verse 18. 1 യോഹന്നാൻ 2:18 വാക്യം. 2:18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. യോഹന്നാൻ ഇവിടെ പറയുന്നു, 1-ാം നൂറ്റാണ്ടിലെ യോഹന്നാന്റെ വായനക്കാർ, ദ റെസിപ്പിയൻസ് ഓർ ദ റീഡേഴ്സ് ഓഫ് ജോൺ, യോഹന്നാന്റെ ലേഖനം വായിക്കുമായിരുന്നവർ, യോഹന്നാന്റെ അനുവാചകർ എതിർ ക്രിസ്തുവിനെ പറ്റി കേട്ടിരുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവരുടെ ഇടയിൽ ആരെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു? എതിർ ക്രിസ്തുവിനെ, ആന്റി ക്രൈസ്റ്റിനെ. മലയാളത്തിൽ അന്തിക്രിസ്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ആന്റി ക്രൈസ്റ്റ് എന്ന് തന്നെ ആയിരിക്കുമല്ലോ, അല്ലെ? എ ക്യാപിറ്റലും ആയിരിക്കും ഒരു പക്ഷെ, അല്ലെ? അതോ സ്മോൾ ആണോ? സ്മോൾ ആണ്, ക്യാപിറ്റൽ. ഓക്കെ. ആന്റി ക്രൈസ്റ്റ് ഒരു പേരായതുകൊണ്ട് ക്യാപിറ്റൽ ആകാനാണ് പലയിടത്തും സാധ്യത. ഓക്കെ. അവിടെ അന്തിക്രിസ്തുക്കൾ, അതിനെ ശരിയായ അർത്ഥത്തിൽ എതിർ ക്രിസ്തുക്കൾ എന്ന് നമ്മൾ ഏകവചനത്തിലും ബഹുവചനത്തിലുമായി കാണുന്നു. അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് എതിർ ക്രിസ്തു വരുന്നു എന്ന ഒരു അറിവുണ്ടായിരുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന ഒരു അറിവ്, ഒരു കേട്ടുകേൾവി, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് വെച്ച് യോഹന്നാൻ പറയുകയാണ്, അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. എന്നിട്ട് യോഹന്നാൻ പറയുന്നു, അനേകം അന്തിക്രിസ്തുക്കൾ അഥവാ എതിർ ക്രിസ്തുക്കൾ, ആന്റി ക്രൈസ്റ്റ്, എഴുന്നേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതാരാണ് ഈ അന്തിക്രിസ്തുക്കൾ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ഒരു ലക്ഷണം? വേഴ്സ് നമ്പർ 22, 22-ാം വാക്യം. 1 John 2:22, 22. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രധാന ലക്ഷണം, one of the key signs of Antichrist, despising Christ and despising God. ക്രിസ്തു നിഷേധിയും ദൈവനിഷേധിയുമായിരിക്കും. യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവർ, ക്രിസ്തു നിഷേധി. പൗലോസ് പറഞ്ഞ, ദാനിയേലും പറഞ്ഞ കാര്യങ്ങളോട് വളരെ ഒക്കുന്നതല്ലേ അത്? ദാനിയേൽ 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, സൈന്യങ്ങളുടെ
കർത്താവിനോട് വരെ ഇവൻ മത്സരിക്കും, യുദ്ധം ചെയ്യും. പൗലോസ് പറഞ്ഞു, ദൈവം എന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്നവൻ. ഇവിടെ യോഹന്നാനും അത് തന്നെയാണ് പറയുന്നത്. ഒരു ദൈവങ്ങളെയും ആദരിക്കാത്തവൻ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ he will be a very strict atheist. അവൻ ഒരു നിരീശ്വരവാദിയായിരിക്കും. ഒരു ദൈവങ്ങളെയും മാനിക്കുന്നവനല്ല. അവൻ പറയും, ഞാനാ ദൈവം, ഞാൻ അല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല, നിങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ എന്നെ ആരാധിച്ചോളുക. ദൈവനിഷേധിയായിരിക്കും അവൻ. ഒരു ദൈവങ്ങളെയും ആദരിക്കാത്തവർ, സത്യദൈവത്തെ എന്ന് മാത്രമല്ല, ഒരു ദൈവങ്ങളെയും ഒരു രൂപത്തിലും ആദരിക്കാത്തവൻ, വേറെ ഒരു നാമവും ദൈവമായി അംഗീകരിക്കാത്തവൻ. നാമമായി യഹൂദരും ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിതാവായ ദൈവത്തെയും പുത്രനെയും നിഷേധിക്കുന്നവൻ. അപ്പോൾ ക്രിസ്തു നിഷേധി, ദൈവനിഷേധി എന്ന് നമുക്ക് ഇവനെ മനസ്സിലാക്കാം. അപ്പോൾ ദൈവനിഷേധിയാണിവൻ, തൃത്വനിഷേധിയാണ് എതിർ ക്രിസ്തു. കാരണം പിതാവിനെയും പുത്രനെയും ആദരിക്കുന്നില്ല. ദൈവനിഷേധി, തൃത്വനിഷേധി, പുത്രനിഷേധി, ക്രിസ്തു നിഷേധി എന്നൊക്കെ നമുക്ക് പറയാം. വൺ ഹു ഡിസ്പൈസസ് ഈവൻ ട്രിനിറ്റി, ലിവിങ് ഗാഡ്, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സോ ഓൺ. അതുകൊണ്ട് നമുക്ക് അവനെ ഒറ്റ വാക്കിൽ ഒരു നിരീശ്വരവാദി എന്ന് വിളിക്കാം. കാരണം ഒരു ദൈവത്തെയും അവൻ ആദരിക്കുന്നവനല്ല. ഹിന്ദു ദൈവങ്ങളോ മുസ്ലിം ദൈവങ്ങളോ ക്രിസ്തീയ ദൈവങ്ങളോ ലോകത്തുള്ള ഒരു മതത്തിന്റെയും ദൈവങ്ങളെ അവൻ ആദരിക്കുന്നില്ല. അവൻ മതരഹിതൻ എന്ന നിലയിൽ ഇടപെടുന്നു. അവൻ പറയുന്നത്, അല്ലെങ്കിൽ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ദൈവമായി അവന്റെ മതമാണ് അവൻ ഉണ്ടാക്കുക. അതുകൊണ്ട് മറ്റുള്ളതിനെ ഒക്കെ അവൻ എന്ത് ചെയ്യും? എതിർക്കും, നശിപ്പിക്കും. ഇപ്പൊ യോഹന്നാൻ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പേരെടുത്തു പറഞ്ഞ് പറയുന്നു. യോഹന്നാൻ ഈ രണ്ട് വാക്യങ്ങളിൽ 2:18 22 പറയുന്നതനുസരിച്ച് എതിർ ക്രിസ്തു ഒരു വ്യക്തിയും ആയിരിക്കാം, അതുപോലെ ആ വ്യക്തിയുടെ സ്വഭാവമുള്ള മറ്റ് പല അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളും ആയിരിക്കാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഈ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്നും ലോകത്തിലുണ്ട്. യോഹന്നാൻ തന്റെ ലേഖനം എഴുതുന്ന സമയത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഈ 1 യോഹന്നാൻ 2:18-22 വാക്യങ്ങളെ ആസ്പദീകരിച്ച് പറഞ്ഞാൽ അവൻ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം അവന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, അവന്റെ സ്വഭാവമുള്ള അനേകം വ്യക്തികൾ ഏത് കാലത്തും ഉണ്ടായിരുന്നതാണ്. അങ്ങനെ അവന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനേകം എതിർ ക്രിസ്തുക്കൾ ക്രിസ്തു നിഷേധികളും ദൈവനിഷേധികളുമായി ലോകത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. എന്നാൽ അന്തിമകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന ഏക വ്യക്തിയായ എതിർ ക്രിസ്തു ഇനിയും വരുവാനിരിക്കുന്നതേ ഉള്ളൂ. ജനിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിഞ്ഞുകൂടാ. വരുവാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. അതാണ് നാം അവിടെ കാണുന്നത്. ഇനി 4:3 വായിച്ചാട്ടെ. 4:3 1 John. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. ഇപ്പോൾ തന്നെ ആ ആത്മാവ് ലോകത്തിലുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ അറ്റ് വർക്ക് ഇൻ ദ വേൾഡ്.
prompting people to reject Christ. യേശുക്രിസ്തുവിനെ നിഷേധിക്കുവാൻ മനുഷ്യരെ നിർബന്ധിക്കുന്ന, മനുഷ്യരെ നയിക്കുന്ന ഒരു ആത്മവ്യാപാരം, അതാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ഈ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നത് സാത്താന്യ വ്യാപാരം തന്നെ. സാത്താന്യ വ്യാപാരം തന്നെ. 2 തെസ്സലോനിക്കർ നമ്മൾ കണ്ടതുപോലെ 9-ാം വാക്യം മുതൽ പൗലോസ് പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെയും യോഹന്നാൻ പറയുന്നത്. യേശുവിനെ ക്രിസ്തു എന്ന് അല്ലെങ്കിൽ കർത്താവെന്ന് അംഗീകരിക്കാത്ത, നിഷേധിക്കുന്ന നിഷേധികളാണ് ആര്? എതിർ ക്രിസ്തുക്കൾ. ആ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നത് കൊണ്ട് എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒന്നിലധികം വ്യക്തികൾ, ധാരാളം വ്യക്തികൾ ഇന്നും ലോകത്തിലുണ്ട്. പക്ഷേ ദൈവസഭയും പരിശുദ്ധാത്മാവും ഇന്ന് ലോകത്തിൽ ഉള്ളത് കൊണ്ട് ഏവയ്ക്ക് എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന് തുറന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവയ്ക്ക് സ്വാതന്ത്ര്യമാകും. അവ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ഇടപെടും. മനസ്സിലായല്ലോ? 4:3. ഒന്നും കൂടെ ആ വാക്യം വായിച്ചാട്ടെ. 4:3. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാവ്. അപ്പോൾ ക്രിസ്തു നിഷേധം എന്ന് 2-ാം അധ്യായത്തിൽ യോഹന്നാൻ പറഞ്ഞ അതേ കാര്യം 4-ാം അധ്യായത്തിലും ആവർത്തിച്ചതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൂടാതെ രണ്ടാമത്തെ വാക്യവും കൂടെ വായിച്ചോളൂ. 4:2 കൂടെ, അല്ലെങ്കിൽ 1 മുതലേ വായിച്ചു. 1-ഉം 2-ഉം കൂടെ വായിച്ചു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. സ്തോത്രം. ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. അപ്പോൾ ആത്മാക്കൾ ഒത്തിരിയുണ്ട് ലോകത്തിൽ, ഒത്തിരിയുണ്ട്. ഇന്നലെ രാത്രി എനിക്കൊരു വീഡിയോ ലഭിച്ചു. ഡൽഹിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കത്തോലിക്ക ബിഷപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കത്തോലിക്കനാണോ CSAയിലെ ഏതോ ഒരു ബിഷപ്പ്, കുപ്പായമൊക്കെ ഇട്ട് നടുക്കെട്ടുമൊക്കെ ഉള്ള, ചുമല വീതിയുള്ള പട്ടയൊക്കെ അരയ്ക്ക് കെട്ടിയ, ഒരു റൂമാല് കൊണ്ട് ഇങ്ങനെ അടിക്കുക. ആൾക്കാരൊക്കെ സ്പ്രിങ് പോലെ തെറിക്കുന്നു, തെറിച്ചുപോയി വീഴുന്നു. നമ്മുടെയൊക്കെ ഇടയിലെ അഗ്നിയുണർവുകളിലൊക്കെ കാണുന്നതിന്റെ 10 മടങ്ങ് ശക്തിയിൽ, 10 മടങ്ങ് ശക്തിയിൽ. അതുപോലെ ഉള്ളത് ചില മുസ്ലിം ഫക്കീർമാർ ചെയ്ത വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തുള്ളിക്കുന്ന, അന്യഭാഷ പറയിക്കുന്ന, സൗഖ്യം വരുത്തുന്ന, അത്ഭുതം നടത്തുന്ന ആത്മാക്കൾ ധാരാളം ഇന്ന് ലോകത്തിൽ ഉണ്ട്. ഈ തുള്ളിയത് കൊണ്ടും അന്യഭാഷ പറഞ്ഞത് കൊണ്ടും കൈയടിച്ചത് കൊണ്ടും തെറിച്ചുപോയത് കൊണ്ടും സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ്, ആത്മവിവശത കൊണ്ടുമൊന്നും എല്ലാം ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണെന്ന് കരുതരുത് എന്ന് വളരെ സൗമ്യനായ യോഹന്നാൻ
കർക്കശത്തോടെ പറഞ്ഞിരിക്കുന്നു. കർക്കശത്തോടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏതൊരാത്മാവിനെയും കൈക്കൊള്ളാതെ അത് ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് ശോധന ചെയ്തോണം. എന്നിട്ട് പറയുന്നു, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തെ, ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് എന്ന് അതിനെ വിളിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. യേശുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന, ഇപ്പൊ ക്രിസ്തു നിഷേധം എന്ന് പറഞ്ഞാൽ അതിന്റെ പല വശങ്ങളുണ്ട്. അതിലൊന്നാണ് യേശുവിന്റെ മനുഷ്യത്വ നിഷേധം. യേശു ജഡത്തിൽ വെളിപ്പെട്ടു, യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് നിഷേധിക്കുന്നവർ. അങ്ങനെയുള്ളതെല്ലാം കള്ളക്രിസ്തുവിന്റെ, എതിർ ക്രിസ്തുവിന്റെ, അന്തിക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് യോഹന്നാൻ പറയുന്നു. അപ്പോൾ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എതിർ ക്രിസ്തുവിനെ നമുക്ക് പേര് സഹിതം പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ലേഖനം 7-ാമത്തെ വാക്യം, 2nd epistle verse number 7. യോഹന്നാൻ 2-ാം ലേഖനം 7-ാം വാക്യം. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകും. കണ്ടോ? വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെ ഉള്ളവൻ ആകും. എന്താണ്? യേശുവിന്റെ ജഡധാരണ നിഷേധികൾ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. ചിലർ യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു, വേറെ ചിലർ മനുഷ്യത്വത്തെ. ഇത് രണ്ടും തെറ്റാണ്. യേശുവിന്റെ മനുഷ്യത്വ നിഷേധമോ ദൈവത്വ നിഷേധമോ രണ്ടായാലും യോഹന്നാൻ പറയുന്നു അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്, അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. വഞ്ചകനും എതിർ ക്രിസ്തുവും. അപ്പോൾ കണ്ടോ, അന്തിക്രിസ്തു എന്നും എതിർ ക്രിസ്തു എന്നും രണ്ട് പേരുകൾ നമുക്ക് യോഹന്നാൻ തരുന്നുണ്ട്. ആന്റി ക്രൈസ്റ്റ്, ഇവിടെയും ഇംഗ്ലീഷിൽ ആന്റി ക്രൈസ്റ്റ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? ആന്റി ക്രൈസ്റ്റ്. അപ്പോൾ അന്തിക്രിസ്തുവെന്നും എതിർ ക്രിസ്തുവെന്നും പറഞ്ഞിരിക്കുന്നത് ഒരാളിനെ കുറിച്ച് തന്നെയാണെന്ന് നമുക്കിവിടെ കാണാം. യെശയ്യാവും ദാനിയേലും ഒക്കെ പ്രവചിച്ച അതേ വ്യക്തിയുടെ സ്വഭാവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ കാര്യം. ഇതിനെയാണ് നാം 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ കണ്ടത്. വിശ്വാസത്യാഗം, ക്രിസ്തു നിഷേധം, ദൈവനിഷേധം. അത് അതിന്റെ പാരമ്യത്തിലെത്തുന്നത് ഇപ്പോഴായിരിക്കില്ല. അത് എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലായിരിക്കുമെന്ന് നാം കണ്ടു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ വിശ്വാസത്യാഗത്തിന്റെ കാലം എന്ന് പറയുന്നത്, വിശ്വാസത്യാഗത്തിന്റെ കാലം എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? യോഹന്നാൻ തന്റെ ലേഖനങ്ങളിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. പേരും സ്വഭാവവും പ്രകൃതവും ലക്ഷണങ്ങളുമെല്ലാം നാം ഇവിടെ കണ്ടു. 2 പ്രധാന പേരുകൾ, 3 പ്രധാന പേരുകൾ നോട്ട് ചെയ്ത് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോ? 3 specific names John uses. മലയാളത്തിൽ 3 ഉണ്ട്, ഇംഗ്ലീഷിൽ 2.
അന്തിക്രിസ്തു, യാ, എതിർ ക്രിസ്തു, അതെ, എതിർ ക്രിസ്തുക്കൾ. എതിർ ക്രിസ്തുക്കൾ. അത് എതിർ ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ നമുക്കും കൂട്ടാം. ഒരു പേരുണ്ട് വേറെ, വഞ്ചകൻ. വഞ്ചകൻ. യെസ്, Liar. ആന്റി ക്രൈസ്റ്റ് ആൻഡ് ഡിസീവർ. And liar. മലയാളത്തിൽ ലയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. Liar ഉണ്ട്, deceiver ഉണ്ട്. ഓക്കെ, വഞ്ചകനും എതിർ ക്രിസ്തുവും. ഓക്കെ, വഞ്ചകന്മാർ. അപ്പോൾ കള്ളക്രിസ്തുക്കൾ, അവന്റെ ആ പേരിൽ നിന്ന് തന്നെ, ഈ രണ്ടു പേരുകളിൽ നിന്ന് തന്നെ അവന്റെ സ്വഭാവം വ്യക്തമാണ്. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തെയും ക്രിസ്തുവിനെയും ദൈവികമായ സകലത്തെയും എതിർക്കുന്നവൻ. One who opposes, Antichrist means one who opposes God, Christ and everything pertaining to God. ദൈവത്തെയും ക്രിസ്തുവിനെയും ദൈവത്തോട് ബന്ധപ്പെട്ട സകലത്തെയും എതിർക്കുന്നവൻ, വിരോധിക്കുന്നവൻ, വിരോധി എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. ആന്റഗോണിസ്റ്റ്, എതിരാളി. മറ്റൊന്ന് അവന്റെ സ്വഭാവം ആണ് ലയർ, ഡിസീവർ. അവൻ ജനത്തെ മുഴുവനും, മനുഷ്യനെ മുഴുവൻ എന്ത് ചെയ്യുന്നവനാണ്? വഞ്ചിക്കുന്നവനാണ്, വഞ്ചകനാണ്. കള്ളം പറഞ്ഞ് വ്യാജം കാണിച്ച് ജനത്തെ വഞ്ചിക്കുന്നവൻ. നമ്മൾ തെസലോനിക്ക ലേഖനത്തിലും പൗലോസിന്റെ ഭാഷയിൽ കണ്ടു. വ്യാജമായ സകല ശക്തിയോടും വ്യാജമായ സകല അത്ഭുതങ്ങളോടും വ്യാജമായ സകല അടയാളങ്ങളോടും കൂടെ വരുന്നവനാ. വ്യാജം, ലൈങ് ആണ്, ലയറാണ് അവൻ. അതുകൊണ്ട് അവൻ ഡിസീവറാണ്, അവൻ കള്ളനാണ്. അതുകൊണ്ട് കള്ളം പറഞ്ഞ്, വ്യാജം കാണിച്ച്, വ്യാജ ശക്തി വ്യാപരിപ്പിച്ച് അവൻ ജനത്തെ വഞ്ചിക്കുന്നു. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ യോഹന്നാന്റെ ലേഖനത്തിലെ ചിത്രമാണ് വ്യക്തമായത്. അവൻ എന്താ ചെയ്യുന്നത്? ദൈവത്തെ നിഷേധിക്കുന്നു. ദൈവനിഷേധിയായി അവൻ നിൽക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ട എതിർ ക്രിസ്തുവിന്റെ പരാമർശങ്ങൾ വ്യക്തമാണോ? കൂടുതൽ വിശദീകരണം ഈ വിഷയത്തിൽ വേണമോ? എങ്കിൽ നമുക്ക് ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞു നിർത്തിയത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ്. യോഹന്നാൻ തന്റെ രണ്ടാം ലേഖനത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ കണ്ടത് പറഞ്ഞു നിർത്തിയത് വഞ്ചകൻ എന്ന് പറഞ്ഞുകൊണ്ട്. ആ വഞ്ചന, ആ ലയർ, ഡിസീവർ, അത് നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണാം. നമ്മളത് ആദ്യമേ കണ്ടു. 1-ാം മുദ്ര ദൈവകുഞ്ഞാടായ ക്രിസ്തു പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരപ്പുറത്ത് ഒരുവൻ പ്രത്യക്ഷപ്പെടുന്നു. വഞ്ചനയാണ്, അഭിനയിച്ച് കാണിക്കുക. ക്രിസ്തുവിനെ പോലെ ജനത്തെ വഞ്ചിക്കാൻ, വ്യാജം കൊണ്ട് വശീകരിക്കുകയാണ് അവൻ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതായതുകൊണ്ട് അത്രയും പറഞ്ഞ ഭാഗം വിടുന്നു.
പിന്നെ നമ്മൾ കാണുന്നത് 11-ാമത്തെ അധ്യായത്തിലാണ്. വെളിപ്പാട് പുസ്തകം 11-ന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 11:7. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. സ്തോത്രം. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ബീസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഡീപ്പ്. ആഴത്തിൽ നിന്ന് കയറി വരുന്ന, അല്ലെങ്കിൽ അഗാധത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. അവിടെ നമുക്ക് ഈ അന്തിക്രിസ്തുവിനെ കാണാം. എവിടെ നിന്നാണ് വരുന്നതെന്ന്. അഗാധത്തിൽ നിന്ന്, ആഴത്തിൽ നിന്ന്. ബോട്ടംലെസ് പിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അഗാധത്തിൽ നിന്ന്. അത് കാണിക്കുന്നത് പൈശാചിക, സൈറ്റനിക് ഒറിജിൻ, സാത്താന്യമായ ഉത്ഭവത്തെ കാണിക്കാനാണ് അഗാധത്തിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമുക്കറിയാം അവനൊരു മനുഷ്യനാണെന്ന്. അബീസ്. അഗാധത്തിൽ നിന്ന് 20-ാമത്തെ അധ്യായം വെളിപ്പാടിലേക്ക് വരുമ്പോൾ എതിർക്രിസ്തു സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം ബോട്ടംലെസ് പിറ്റ്, അഗാധ കൂപം. അതുതന്നെയാണ് ഇവിടെയും അർത്ഥമാക്കുന്നത്. അതിന്റെയൊക്കെ അർത്ഥം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സൈറ്റനിക് ഒറിജിൻ. The Antichrist is of satanic origin. സാത്താന്യമായ ഉറവിടത്തിൽ നിന്നുമാണ് അവന്റെ രംഗപ്രവേശം. അത് കാണിക്കുകയാണ് ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അഗാധത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അഗാധ കൂപത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. അതിനു മുമ്പ് തന്നെ അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും നാം 11-ാം അധ്യായത്തിൽ വായിച്ചത് 2 സാക്ഷികളെ കുറിച്ച്. ദൈവം അയക്കുന്ന 2 സാക്ഷികൾ. അവരുടെ പ്രവർത്തന കാലത്ത് ഇവൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു എങ്കിലും അവൻ അവർക്ക് ദോഷം ചെയ്യുവാൻ ഒരുപക്ഷെ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അവന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർ 2 പേരുടെയും ശുശ്രൂഷ തികഞ്ഞ ശേഷം, അല്ലെങ്കിൽ തികച്ച ശേഷം, ആഴത്തിൽ നിന്ന് അല്ലെങ്കിൽ അഗാധത്തിൽ നിന്ന് കയറുന്ന മൃഗം എതിർ ക്രിസ്തു അവരെ ജയിക്കും, അവരെ കൊന്നുകളയും, അവരെ കൊന്നുകളയും. അപ്പോൾ സാത്താന്യമാണ് ഇവന്റെ ഉത്ഭവം, ഇവന്റെ അടിത്തറ എന്ന് ആ ഭാഗം നമ്മെ വ്യക്തമാക്കുന്നു. 11-ന്റെ 7 നമുക്ക് എതിർ ക്രിസ്തുവിനെ കാണാം. എതിർ ക്രിസ്തുവിനെ കാണാം. പിന്നീട് നാം അടുത്ത അധ്യായങ്ങളിലാണ് കൂടുതലായും അവനെ കാണുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് നാം അവിടെ കാണുന്നത് സാത്താനെയാണ്. സാത്താനെ മഹാസർപ്പമെന്നാണ് അവിടെ പേര്. മഹാസർപ്പം. 3-ാമത്തെ വാക്യം 12:3. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. മതി.
ഇനിയും അതിന്റെ 9-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ഈ രണ്ടിടത്തും എന്തുണ്ട്? മഹാസർപ്പം. 9-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു ഈ മഹാസർപ്പം എന്നത് സാത്താന്റെ മറ്റൊരു പേരാണ്. പക്ഷെ വ്യത്യസ്തമായി കണ്ടോ 3-ാം വാക്യത്തിൽ ഈ മഹാസർപ്പത്തിന് 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്, 7 കിരീടമുണ്ട്. 7 കിരീടം, 7 രാജമുടി. അർത്ഥാൽ ഈ ചിത്രങ്ങൾ നമ്മൾ മറ്റെവിടെങ്കിലും കണ്ടോ? 7 തലയും 10 കൊമ്പും തലയിൽ കിരീടവും ഒക്കെ. ആർക്കാ? ദാനിയേലിൽ. റെഡ് ഡ്രാഗനോടുണ്ട് പറഞ്ഞിട്ടുണ്ട്. കളർ റെഡ് ഡ്രാഗനുള്ള ഈ പ്രത്യേകതകൾ മറ്റാർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? തീ നിറമുള്ള മഹാസർപ്പത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7 തല, 10 കൊമ്പ്, 7 രാജമുടികൾ. ആ പ്രത്യേകതകൾ ഉള്ള മറ്റാരെയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്തോ ക്രിസ്തുവിനാണല്ലോ അതുള്ളത്. 7 തലയും 10 കൊമ്പും. 13-ാം അധ്യായം 1-ാം വാക്യം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും. വ്യത്യാസം എത്രയേ ഉള്ളൂ? 10 കിരീടമുണ്ട് 13-ാം അധ്യായത്തിലെ മൃഗത്തിന്, 12-ാം അധ്യായത്തിലെ സർപ്പത്തിന് 7 ഉള്ളൂ. ആ ഒരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് തന്നെ, ഒരേപോലെ. അപ്പോൾ എന്താ അത് കാണിക്കുന്നത്? എതിർ ക്രിസ്തുവിനുള്ള അതേ കാര്യങ്ങൾ ഇവിടെ 12-ാം അധ്യായത്തിൽ ആർക്കുണ്ട്? സാത്താനുണ്ട്. മഹാസർപ്പമായ സാത്താനുണ്ട്. അപ്പൊ സാത്താന്റെ വിവിധ പേരുകളാണ് 9-ാം വാക്യത്തിൽ വായിച്ചത്. പഴയ പാമ്പ്, മഹാസർപ്പം, പിന്നെ സാത്താൻ, പിശാച്. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ അതേ രൂപഭാവങ്ങൾ നമുക്ക് സാത്താനിൽ കാണാം. അതുതന്നെ 11-7 അരക്കിട്ടുറപ്പിക്കുന്നു. എന്തേ? അഗാധത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, സാത്താന്യ ഒറിജിൻ എന്ന് പറഞ്ഞുവല്ലോ. ഇതെല്ലാം ദാനിയേലിലെ പൗലോസിന്റെയും എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളോട് ഏറെ ഒക്കുന്നവയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒറ്റ ഒരാൾ തന്നെ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ നേരിട്ട് പോകുന്നത് 13-ാം അധ്യായത്തിലേക്കാണ്. 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ ഇപ്പൊ കണ്ടു. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് അവൻ എവിടെ നിന്നും വരുന്നു എന്നാണ്? സമുദ്രത്തിൽ നിന്ന്, അല്ലെ? സമുദ്രത്തിൽ നിന്ന്. സമുദ്രത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ഓർമ്മ കാണുമല്ലോ. പുരുഷാരം, ജനം, അതെ അതെ. 17-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ആ കാര്യം കണ്ടിരുന്നു. സമുദ്രത്തിന്റെ അർത്ഥം അതിന്റെ 15-ാമത്തെ വാക്യം.
17:15 Revelation. And he saith unto me, the waters which thou sawest, where the word sitteth, are peoples and multitudes and nations and tongues. Altogether, the humanity or the human world. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. ദാനിയേൽ 7-ാം അധ്യായത്തിലും ദാനിയേൽ കണ്ടു സമുദ്രത്തിൽ നിന്ന് 4 മഹാമൃഗങ്ങൾ. ഇവിടെയും യോഹന്നാൻ അതുപോലെ തന്നെ കാണുന്നു 13:1 സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം. ആ സമുദ്രം അല്ലെങ്കിൽ ആ വെള്ളങ്ങളുടെ അർത്ഥമാണ് 17:15 നമ്മൾ വായിച്ചത്. വംശങ്ങൾ, പുരുഷാരങ്ങൾ, ജാതികൾ, ഭാഷകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം. The human world. That's why I told you Antichrist will be a human being. His origin is from, he hails from human world. മനുഷ്യ സമുദായത്തിൽ നിന്നുമാണ് അവൻ വരുന്നത്. അപ്പോൾ സാത്താന്യമായ ഒരു ഘടകം അവനിലുള്ളത് 11:7 കണ്ടു. അവൻ ആളത്വം കൊണ്ട് മനുഷ്യനായിരിക്കുമെന്ന് ഈ വാക്യങ്ങളിൽ 13:1 നമ്മൾ കാണുന്നു. ദാനിയേൽ 7:1 നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ യോഹന്നാൻ പറയുകയാണ് എതിർ ക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ നിന്നും വരുന്നവനായിരിക്കും. പിന്നെ അവന്റെ തലയും കൊമ്പുമൊക്കെ കൊമ്പ് രാജാക്കന്മാരെ കാണിക്കുന്നതാണ്. അതും നമ്മൾ 17-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 7 തലയുടെ അർത്ഥവും നമ്മൾ 17-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായല്ലോ. അപ്പൊ യോഹന്നാൻ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിനുള്ള വിശദീകരണം. Revelation 11:7 is simplified or narrated or defined, described in chapter 12 verse 2. വെളിപ്പാട് 11:7 ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന പരാമർശത്തിന്റെ വ്യാഖ്യാനം 12:2 കാണാം. എന്താണ്? മഹാസർപ്പം അഥവാ സാത്താൻ ഈ എതിർ ക്രിസ്തുവിന് അല്ലെങ്കിൽ വഞ്ചകന് തൻ്റെ സിംഹാസനവും തൻ്റെ കൂടെ പോരെ അധികാരവും ഏൽപ്പിച്ചു കൊടുത്തു. ഒരെണ്ണം കൂടെ, സിംഹാസനവും അധികാരവും ശക്തിയും കൊടുത്തു. ശക്തിയും 3 കാര്യങ്ങൾ കൊടുത്തു. കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. 11:7 യോഹന്നാൻ പറയുന്നു എതിർ ക്രിസ്തുവിന്റെ ആവിർഭാവം ആഴത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ സാത്താന്യമാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് 13:2 എന്താണ്? സാത്താൻ തൻ്റെ അധികാരവും ശക്തിയും സിംഹാസനവും ആർക്ക് കൈമാറുന്നു? എതിർ ക്രിസ്തുവിന്. വ്യക്തമാണോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. പിന്നീട് 13:2 12:2 2 പ്രാവശ്യം 2 പറഞ്ഞു. 13:2 11:7 വിശദീകരിക്കുന്നത് 13:2 12:2 അല്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ സോറി, 13:2
ഓക്കെ, ക്ലിയർ ആണല്ലോ. വെളിപ്പാട് 11:7 എതിർ ക്രിസ്തു ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അഥവാ സാത്താന്യമായ ശക്തിയാൽ സാത്താന്റെ പുഷിങ് കൊണ്ട് സാത്താൻ തള്ളി ലോകത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. അതിന്റെ അർത്ഥം, അതിന്റെ കൂടുതൽ വിശദീകരണം 13-ാം അധ്യായം, വെളിപ്പാട് 13-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ സാത്താൻ അവന്റെ 3 കാര്യങ്ങൾ എതിർ ക്രിസ്തുവിന് കൈമാറുന്നു: ശക്തി, അധികാരം, സിംഹാസനം. മറ്റെന്തെങ്കിലും? പതിനേഴാം അധ്യായത്തിലും നമുക്ക് ഇതേ ചിത്രം കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുകൊണ്ട് കൂടുതൽ അതെടുത്ത് പറയുന്നില്ല. വെളിപ്പാട് 17-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാം ഇതേ മൃഗം. പക്ഷേ അവന്റെ നിറം അവിടെ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ 7 തലയും 10 കൊമ്പും ഒക്കെ അവിടെയുണ്ട്. കിരീടങ്ങൾ അവിടെ ഇല്ല എന്ന് നമ്മൾ നേരത്തെ ഒരു ദിവസം കണ്ടു. അതായത് the political picture of Antichrist is depicted there in chapter 13 in Revelation, whereas his religious picture is shown there in chapter 17. 13-ാം അധ്യായത്തിൽ നമുക്ക് എതിർ ക്രിസ്തുവിന്റെ രാഷ്ട്രീയ രൂപമാണ് കാണാൻ പറ്റുക. എന്നാൽ 17-ാം അധ്യായത്തിൽ അവന്റെ മതപരമായ അവസ്ഥയും കാണാം. മതപരമായ അവസ്ഥയും. ഈ 13-ാം അധ്യായത്തിലാണ് നമുക്ക് സാത്താന്യ തൃത്വത്തെ കാണാൻ പറ്റുക. മഹാസർപ്പം, ഞാൻ അതിനെ എതിർ ദൈവം എന്ന് വിളിക്കും. മൃഗം എതിർ ക്രിസ്തു. മറ്റൊരു മൃഗം 13-ാം അധ്യായത്തിന്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണുന്ന മറ്റൊരു മൃഗം എതിർ ആത്മാവ്. അപ്പൊ മഹാസർപ്പം എതിർ ദൈവമാണ്. മൃഗം അല്ലെങ്കിൽ കള്ളക്രിസ്തു എതിർ ക്രിസ്തുവാണ്. 3 വേറെ ഒരു മൃഗം അല്ലെ മറ്റൊരു മൃഗം. വെളിപ്പാട് 13-ന്റെ 11 മുതൽ അത് പരിശുദ്ധാത്മാവിന്റെ ബദൽ എതിർ ആത്മാവ്, വ്യാജാത്മാവ്, വ്യാജ ദൈവം, വ്യാജ ക്രിസ്തു, വ്യാജാത്മാവ്. എതിർ ദൈവം, എതിർ ക്രിസ്തു, എതിർ ആത്മാവ്. കള്ള ദൈവം, കള്ള ക്രിസ്തു, കള്ള ആത്മാവ് അല്ലെങ്കിൽ കള്ളപ്രവാചകൻ. വ്യക്തമായോ? ഇത്രയും വ്യക്തമായല്ലോ? സാത്താന്യ തൃത്വം ഒന്നുകൂടെ ഒന്ന് പറയണം. സാത്താന്യ തൃത്വമാണ് 13-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുന്ന ഡ്രാഗൺ. അത് പിതാവായ ദൈവത്തിന്റെ ഡിറ്റോ ആണ്, അഥവാ മഹാസർപ്പം അല്ലെങ്കിൽ പിശാച്. വ്യാജ ദൈവമായിട്ട്, കള്ള ദൈവമായിട്ട് നിൽക്കുന്നു.
പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന് തുല്യനായി മഹാസർപ്പത്തിന്റെ അധികാരവും സിംഹാസനവും ഒക്കെ പ്രാപിച്ചു വരുന്ന കള്ളക്രിസ്തു, പുത്രനായ ക്രിസ്തുവിന്റെ പ്രതീകമായി, വ്യാജ പ്രതീകമായി നിൽക്കുന്നു. മൂന്നാമത് വെളിപ്പാട് 13:11 മുതൽ കാണുന്ന കള്ളപ്രവാചകൻ. അവിടെ കാണുന്നത് മറ്റൊരു മൃഗം എന്നാണ്. മറ്റൊരു മൃഗം. അത് പരിശുദ്ധാത്മാവിന്റെ നക്കല് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ വ്യാജ രൂപമെടുത്ത് നിൽക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന പരിശുദ്ധ തൃത്വത്തിന് ബദലായിട്ട് മഹാസർപ്പം, മൃഗം, മറ്റൊരു മൃഗം എന്ന സാത്താന്യ തൃത്വം. ഓക്കെ, മറ്റെന്തെങ്കിലും? ശരി, മറ്റൊന്നും ഇല്ല എങ്കിൽ ഈ എതിർ ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ കർത്താവിനെ കോപ്പിയടിക്കുന്നതെന്നൊന്ന് നോക്കാം. 13-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടു, അതിന് 7 തലകളുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഈ എതിർ ക്രിസ്തുവിന് 7 തലകൾ. അതിന്റെ അർത്ഥം നമ്മൾ 17-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു. 2 അർത്ഥങ്ങൾ. 7 രാജാക്കന്മാർ, മറ്റൊന്ന് 7 മലകൾ. ആ 7 മലകളിന്മേൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഇവിടെ നമ്മൾ കാണുന്നു, ആ 7 തലകളിൽ ഒന്നിന് എന്തോ മരണകരമായ മുറിവേറ്റു. ചത്തുപോകുമെന്ന് വിചാരിച്ച. കാരണം അന്ന് നോ പ്രൈവസി. കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നേ, നമ്മുടെ കേരളത്തിൽ, ഞാൻ പറഞ്ഞായിരുന്നു ഒരു ദിവസം, നമ്മുടെ കേരളത്തിൽ ഒരു മനുഷ്യൻ അവകാശപ്പെടുന്നു അദ്ദേഹത്തിന്റെ തലയിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന്. അയാളെ ട്രാക്ക് ചെയ്യുന്നു. അയാൾക്ക് പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ കേട്ടു. ന്യൂസ് പേപ്പറിൽ ഞാൻ വായിച്ചു, യൂട്യൂബിൽ ഞാൻ കാണുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇനിയും ഈ നിലയിൽ ചിപ്പൊക്കെ ഘടിപ്പിച്ചാൽ പിന്നെ നമുക്ക് പ്രൈവസി എന്നൊരു സാധനമേ ഇല്ല. ഒരു പ്രൈവസി ഇല്ല. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ക്യാമറ ഉണ്ടെങ്കിൽ പ്രൈവസി ഇല്ല. പക്ഷെ ക്യാമറയുടെ റേഞ്ചിന് പുറത്തേക്ക് നമ്മൾ പോയാൽ, ഒന്ന് മാറി നിന്നാൽ സംഭവമൊക്കെ കള്ളത്തരം കാണിക്കാം. പക്ഷെ ചിപ്പ് ഘടിപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഒരു മറയില്ല, ട്രാക്ക് ചെയ്യാൻ എളുപ്പമാ. നോ പ്രൈവസി. അപ്പം എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും കാണാം. അങ്ങനെ എതിർ ക്രിസ്തുവിന്റെ ഈ മരണകരമായ മുറിവ് ലോകം മുഴുവനും കണ്ടു. ഇതുവരെ അയാൾ സമാധാനപ്രിയനായിട്ട് അഭിനയിച്ച് വഞ്ചിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ആൾക്കാരൊക്കെ ഏറെ ശ്രദ്ധിച്ചു. അയ്യോ, മരണകരമായ മുറിവ് കണ്ട് താൻ ഏറെ വിഷമിച്ചു.
അങ്ങനെ ഇരിക്കുമ്പോൾ, ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മരണകരമായ മുറിവ് പുറത്തുപോയി. ഹീൽ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും താദാത്മ്യപ്പെടുവാനുള്ള എതിർ ക്രിസ്തുവിന്റെ വ്യാജമായ പരിശ്രമമാണ്. നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഇവിടെ മരണകരമായ മുറിവേറ്റിട്ടും അവൻ സൗഖ്യം പ്രാപിച്ചു വരുന്നത് ലോക ജനതയ്ക്ക് ഭയങ്കര അത്ഭുതമായി. അവനിലേക്ക് അനേകരെ ആരാധനയ്ക്കായിട്ട് ആകർഷിക്കുവാൻ അത് കാരണമാകും. അതാണ് എതിർ ക്രിസ്തു നമ്മുടെ കർത്താവിനെ കോപ്പിയടിക്കാൻ ശ്രമിക്കുന്നത്. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തതുപോലെ ഇവൻ അതൊന്ന് വ്യാജമായി പകർത്തുകയാണ്. അതിലവൻ വിജയിക്കുന്നുണ്ട്. ആൾക്കാർ അവനെ കണ്ട് വിസ്മയം കൂറുന്നു. അവന് വേണ്ടി വിഗ്രഹമുണ്ടാക്കുന്നു, അവനെ ആരാധിക്കുന്നു. എതിർ ക്രിസ്തു നമ്മുടെ കർത്താവിനെ നക്കൽ ചെയ്യുന്നത്, പകർത്തുന്നത്, വ്യാജഭാവങ്ങൾ കാണിച്ച് മനുഷ്യനെ വശീകരിക്കുന്നതൊക്കെ നാം അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം യെശയ്യാവിലാകട്ടെ, ദാനിയേലിലാകട്ടെ, പൗലോസ് പറഞ്ഞതിലാകട്ടെ, യോഹന്നാൻ പറയുന്നതിലാകട്ടെ, ഇവിടെയെല്ലാം ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന്റെ കോപത്താൽ നശിച്ചു പോകും. നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. കർത്താവായ യേശു തന്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ വരവിൽ എതിർ ക്രിസ്തുവിനെയും അവന്റെ കൂട്ടരെയും നമ്മുടെ കർത്താവ് നിഗ്രഹിച്ച് നരകത്തീയിലേക്ക് തള്ളും. അപ്പോൾ ഈ ദൈവം അനുവദിച്ച ചുരുക്കക്കാലത്ത് ഇവർക്ക് പ്രവർത്തിപ്പാൻ ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ വര വരച്ചിട്ടുണ്ട്, ഈ വരയ്ക്കപ്പുറം പോകരുത്. ഇവകൾക്കെല്ലാം നമ്മുടെ കർത്താവ് നൽകിയ അധികാരങ്ങളേ ഉള്ളൂ. നൽകിയ അധികാരം. അവയ്ക്കെല്ലാം പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് അവയൊന്നും പോകില്ല. സ്തോത്രം. അതിനുശേഷം എതിർ ക്രിസ്തുവിനെയും കൂട്ടരെയും കർത്താവ് തള്ളിക്കളഞ്ഞ് തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. അപ്പം ഘട്ടം ഘട്ടമായി ദൈവം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ചെറിയ ചിത്രമാണ് നാം കണ്ടത്. ഇത്രയും കാര്യങ്ങളിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. പഴയ നിയമത്തിലുള്ള യെശയ്യാവിൽ കാണുന്ന അരുണോദയപുത്രനായ ശുക്ര, അത് ഈ സാധാരണ പറ്റിയല്ലേ? അരുണോദയപുത്രനായ ശുക്ര നീ വെട്ടേറ്റ് വീണത് എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നത്. അതെ, ബൈബിളിലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ബൈബിളിലെ പ്രവചനങ്ങൾക്കും പരാമർശങ്ങൾക്കും മിക്കയിടങ്ങളിലും രണ്ടർത്ഥങ്ങളുണ്ട്. അക്ഷരികമായ ഒരർത്ഥവുമുണ്ട്, പ്രതീകാത്മകമോ ആത്മീയമോ ആയ ഒരർത്ഥവുമുണ്ട്. മിക്ക കാര്യങ്ങൾക്കുണ്ട്. അതിലൊന്നാണ് ഇവിടെ. അവിടെ ബാബേൽ രാജാവിനെ കുറിച്ച് ഒരു ഗീതം പാടുക എന്നാണ് പറയുന്നത്. അക്ഷരീയമായി അവരുടെ ഒരു മഹത്വവാനായ രാജാവിനെ കുറിച്ചുള്ള ഗീതമായിരിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്ന പ്രകാരത്തിലുള്ള രാജാക്കന്മാരൊന്നും അക്ഷരീയമായി ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് അത് മോർണിംഗ് സ്റ്റാർ, ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ എന്നാണ് അരുണോദയ പുത്രനായ ശുക്ര. അത് സാത്താനെ കുറിച്ചുള്ള പരാമർശമാണെന്നാണ് ക്രൈസ്തവ ലോകം പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. വേറെ എന്തെങ്കിലും? ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ആ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പലരും ചിലപ്പോൾ നമ്മുടെ സഭകളിൽ പോലും കണ്ടേക്കാം കേട്ടോ. അത് വാസ്തവമാണ്. പക്ഷേ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങയിൽ നിന്നുള്ളതല്ലാതെ ഒന്നും എനിക്ക് വേണ്ട. കൃപാവരങ്ങളായാലും ആത്മശക്തിയായാലും അന്യഭാഷയായാലും സ്തോത്രം, ദൈവത്തിൽ നിന്നുള്ളവ മാത്രം മതി. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, കർത്താവെ, നിന്നിൽ നിന്നല്ലാത്തതിനെ എല്ലാം എന്നിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, എൻ്റെ സഭയിൽ നിന്നും മാറ്റണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നെന്ന് നമുക്കറിയാം. സമയം നിശ്ചയമില്ല. ഇന്ന് രാത്രിയിലാകുന്നു അതെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നമുക്ക് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.